നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 26. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് ഭാഗം 26, 3-ാം അധ്യായം. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 3-ാം അധ്യായം 1-ാം ശ്ലോകമാണ് ഇന്ന് പറയേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 3-ാം അധ്യായം. നാരദ ഉവാച. ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുഖശാസ്ത്രഗതോജ്വലം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നതാം. എന്താ? ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുഖശാസ്ത്രഗതോജ്വലം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നതാം. എന്താ അത്? ഭാവാർത്ഥേ ഉള്ളൂ. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ സുഖസ്ഥാപനത്തിനായിക്കൊണ്ട് സ്ഥാപിക്കുക. സുഖസ്ഥാപനം എന്നാണ്. ശ്രീ ശുഗമുനി അരുളി ചെയ്തതായ കഥയാൽ ഏറ്റവും പ്രകാശിക്കുന്നതായ ജ്ഞാനയജ്ഞത്തെ, ഭാഗവതം സപ്താഹം എന്താണ്? ജ്ഞാനയജ്ഞത്തെ പ്രയത്നപൂർവം ഞാൻ അനുഷ്ഠിക്കുന്നേൻ. പ്രയത്നപൂർവം എങ്ങനെയെങ്കിലും ആയാൽ പോരാ. സത്കർമ്മസൂചകോ നൂനം ജ്ഞാനയജ്ഞ സ്മൃതോ ബുധേ. ഒരാപ്തവാക്യ. സത്കർമ്മസൂചകോ നൂനം ജ്ഞാനയജ്ഞ സ്മൃതോ ബുധേ എന്നല്ലയോ ഭഗവാന്മാരായ നിങ്ങൾ അരുളി ചെയ്തത് എന്ന് പറഞ്ഞെന്താ അർത്ഥം? സത്കർമ്മത്തെ സൂചിപ്പിക്കുന്നത് തീർച്ചയായും അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ള യജ്ഞം ആണ് ബുധജനങ്ങൾ സ്മരിക്കണത് എന്നർത്ഥം പറയണം. അപ്പോൾ അതനുസരിച്ച് ഞാൻ ആ യജ്ഞം അനുഷ്ഠിച്ചുകൊള്ളാം. പൂർവികർ പറഞ്ഞ രീതിയിൽ ഞാൻ ആ യജ്ഞം അനുഷ്ഠിച്ചുകൊള്ളാം. വേദാന്ത വിചാരവും ജ്ഞാനയജ്ഞം തന്നെയെങ്കിലും, വേദാന്ത ഉപനിഷത്ത് വേദങ്ങളിലുള്ള വേദാന്ത വിചാരവും ജ്ഞാനയജ്ഞം തന്നെയെങ്കിലും അതിനേക്കാൾ സാരമേറിയതാണ് ഭാഗവത ശാസ്ത്ര നിരൂപണം. ഭാഗവത ശാസ്ത്രത്തെ നിരൂപിക്കുക, ഉപദേശിച്ചതിനെ അംഗീകരിക്കുന്നുവെന്ന് കാണിപ്പാനാണ് സുഖശാസ്ത്ര കഥോജ്വലം, ഉജ്ജ്വലമായ കീർത്തികരമായ എന്ന വിശേഷണം ജ്ഞാനയജ്ഞത്തിന് കൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. 2-ാമത്തെ ശ്ലോകം. യത്ര കാര്യോ മഹായജ്ഞ സ്ഥലം തദ്വാച്യതാമിഹ മഹിമാ ശുഖശാസ്ത്രസ്യ വക്തവ്യോ വേദപാരകൈഃ. യത്ര കാര്യോ മഹായജ്ഞ സ്ഥലം തദ്വാച്യതാമിഹ മഹിമാ ശുഖശാസ്ത്രസ്യ വക്തവ്യോ വേദപാരകൈഃ. ഇതാണ് 2-ാമത്തെ ശ്ലോകം. ഭാഗവത പാരായണാർത്ഥ നിരൂപണമായ, ഭാഗവത പാരായണ അർത്ഥ നിരൂപണമായ, പാരായണം ചെയ്താൽ പോരാ, അർത്ഥങ്ങളെ നിരൂപിക്കണം. അതാണ് കുഴപ്പം. അത് ചെയ്യാത്തതാണ് കുഴപ്പം. എത്ര സപ്താഹങ്ങൾ നടന്നു, അതിൽ ഈ കേൾക്കുന്ന ശ്രോതാക്കൾ എത്ര ആൾക്കാരുടെ അർത്ഥം അറിയാം? ആ ജ്ഞാനയജ്ഞം നടത്തുവാൻ സമുചിതമായ സ്ഥലകാല വിധാനങ്ങൾ സ്ഥലകാല വിധാനാദികളെ കുറിച്ച് നാരദൻ സനകാദികളോട് ചോദിച്ചു. മഹത്തായ ആ യജ്ഞം ചെയ്യുവാൻ സമുചിതമായ സ്ഥലം യാതൊന്നോ അതിനെയും
ശ്രീ ശുഗമുനി അരുളി ചെയ്ത ശാസ്ത്രമായ ഭാഗവതത്തിൻ്റെ മഹിമയെയും വേദപാരകന്മാരായ നിങ്ങൾ തന്നെ വിസ്തരിച്ചരുളി ചെയ്യണം. നാരദർ ആരോടാ അത് പറഞ്ഞത്? സനകാദി മുനിശ്രേഷ്ഠന്മാരോട്. വേദപാരകന്മാരായ നിങ്ങൾ തന്നെ വിസ്തരിച്ചരുളി ചെയ്യണമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ശ്ലോകം. കിയദ്ഭിർ ദിവസേ ശ്രാവ്യാ ശ്രീമദ്ഭാഗവതീ കഥാ കോ വിധിസ്തത്ര കർത്തവ്യോ മാമേദം വദതാമിത. അവിടെ മാമേദം എന്നല്ല, മാം ഏതം വദതാം ഇത. കിയദ്ഭിർ ദിവസേ ശ്രാവ്യാ ശ്രീമദ്ഭാഗവതീ കഥാ കോ വിധിസ്തത്ര കർത്തവ്യോ മാം ഏതം വദതാമിതാം. അപ്പോൾ അവിടെ പറയണു ശ്രീമതിയായ ഭാഗവത് കഥ. അവ തന്നെ സ്ത്രീയായിട്ടാണ് കണക്കാക്കണത്. ശ്രീമതി ഐശ്വര്യമത്തായിട്ടുള്ളതെന്ന് അർത്ഥം. അപ്പം നേരെ മറിച്ച് ഭഗവാൻ വിഷ്ണുവിനെ ശ്രീമതി എന്നല്ല പറയുക, ശ്രീമാനായ എന്നാണ് പറയാം. അതുകൊണ്ടാണ് ഞാൻ സ്ത്രീലിംഗം എന്ന് പറയാൻ കാരണം. അപ്പോൾ ശ്രീമതിയായ ഭാഗവത കഥ എത്ര ദിവസം കൊണ്ടാണ് കേൾക്കേണ്ടത്? അതിനായിട്ട് ചെയ്യപ്പെടേണ്ടതായ വിധി എന്തെല്ലാമാണ്? ഈ സംഗതികളെ അറിയേണ്ടവയാകയാൽ എന്നോട് അരുളി ചെയ്യണമെന്ന് നാരദരെ വിനീതമായിട്ട് ഈ സനകാദികളെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ അവർ ഉത്തരം പറയണു. കുമാരാഊജുഹു. 4, 5, 6, 7 4 ശ്ലോകങ്ങൾ ഒന്നായിട്ടാണ് നോക്കാം. ശൃണു നാരദ വക്ഷ്യാമോ വിനമ്രായ വിവേകിനെ ഗംഗാദ്വാരസമീപം തു തടം ആനന്ദനാമകം. ആനന്ദം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട്. തടം ആനന്ദനാമകം. തടം എന്ന് പറഞ്ഞ തിട്ട് എന്നർത്ഥം പറയണം. ശൃണു നാരദ, നാരദരെ കേട്ടാലും. വിനമ്രായ വിവേകിനെ, വിനമ്രായ വിനയത്തോടുകൂടി വിവേകത്തെ അറിയുന്നവൻ. ഗംഗാദ്വാര സമീപത്ത് തടം ആനന്ദനാമകം എന്നുള്ളൊരു സ്ഥലമുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം പറഞ്ഞത്. നാനാ ഋഷിഗണേ ജുഷ്ടം ദേവസിദ്ധ നിഷേവിതം നാനാ തരുലതാകീർണം നവകോമളവാലുകം. നാനാ ഋഷിഗണേ ജുഷ്ടം ദേവസിദ്ധ നിഷേവിതം നാനാ തരുലതാകീർണം നവകോമളവാലുകം. 6ാമത്തെ ശ്ലോകം. രമ്യമേകാന്തദേശസ്ഥം ഹൈമപത്മശുശോഭിതം യൽ സമീപസ്ഥജീവാനാം വൈരം ചേതസിനസ്ഥിതം. ആ സ്ഥലത്ത് പ്രകൃതിയാൽ വൈരികളായിട്ടുള്ള മൃഗങ്ങളുണ്ട്. എന്നാൽ അവരെന്ത് ചെയ്യണില്ല എന്നാണ് പറഞ്ഞത്? വൈരം ചേതസിനസ്ഥിതം. മനസ്സിൽ വൈരമില്ല. അവർ പുലി പൂച്ചേനെ നക്കി കൊടുക്കും, പൂച്ച നരയുടെ മേലിരുന്ന് സവാരി ചെയ്യും, സിംഹം മുയലിനെ ഉമ്മ വയ്ക്കും. ഇങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? ജ്ഞാനയജ്ഞസ്ത്വയാ തത്ര കർത്തവ്യോ ഹി അപ്രയത്നത അപൂർവ രസരൂപാച കഥാ തത്ര ഭവിഷ്യതി. ജ്ഞാനയജ്ഞസ്ത്വയാ തത്ര കർത്തവ്യോ ഹി അപ്രയത്നത അപൂർവ രസരൂപാച കഥാ തത്ര ഭവിഷ്യതി. അവിടെയാണ് ഈ ഭാഗവത സപ്താഹം ചെയ്യാനുള്ള സ്ഥലം ഉചിതമായിട്ടുള്ളതെന്ന് പറഞ്ഞത്. നമ്മൾക്ക് ഈ 4 ശ്ലോകത്തിൻ്റെയും ഭാവാർത്ഥം നോക്കാം. സ്ഥലനിരൂപണത്തോടുകൂടെ ജ്ഞാനയജ്ഞാനുഷ്ഠാനക്രമത്തെയും അതിൻ്റെ ഫലത്തെയും സനകാദികൾ നാരദരോട് പറയണം. ഹേ നാരദ, കേൾക്കുക. വിനയവും വിവേകവുമുള്ള അങ്ങയോട് ഞങ്ങൾ പറയാം. അപ്പം എന്തായി? ഗുരുസ്ഥാനീയത്തിരിക്കണവരെ ശ്രോതാക്കൾ ആരായിരിക്കണം?
വിനയവും വിവേകവും ഉള്ളവരായിരിക്കണം. അല്ലാണ്ട് അവരെ ശിഷ്യന്മാരായിട്ട് കരുതാൻ പറ്റില്ല. നോക്കൂ, KG സ്കൂളിൽ 10ാം ക്ലാസ്സിലത്തെ മാഷ് വന്ന് ക്ലാസ് എടുക്കുമോ? ഇല്ല. ഡിഗ്രി ഫൈനൽ ഇയറിൽ 12ാം ക്ലാസ്സിലത്തെ മാഷ് പ്രൊഫസർ വന്നിട്ട് ക്ലാസ് എടുക്കുമോ? ഇല്ല. MS അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇന്ത്യയിലത്തെ MTech BTech ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ചെയ്യണവർക്ക് പ്രൊഫസേഴ്സ് തന്നെ വേണം, PhD-കാരല്ല ക്ലാസ് എടുക്കുക. അതേപോലെ ഒരു പ്രൊഫസർ എന്ന് പറഞ്ഞ നിലയ്ക്ക് അദ്ദേഹത്തിന് KG സ്കൂളിലത്തെ കുട്ടികളെ ടീച്ച് ചെയ്യാൻ പറ്റില്ല. KG സ്കൂളിൽ ഉള്ളവരെ ടീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിനയം കൂടണം. എന്നാൽ മറ്റുള്ളവർക്ക് വിനയമല്ല എന്നല്ല, അവരുടെ പഠിപ്പിനനുസരിച്ചിട്ടുള്ള ആൾക്കാരോടല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ശിഷ്യന്മാരെ വിവേകമുള്ളവരും വിനയമുള്ളവരാവണം. അല്ലാത്തവരെ ഗെറ്റ് ഔട്ട് അടിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? വക്താവിനുണ്ട് എന്നർത്ഥം. ഗംഗാദ്വാരത്തിന്, ഈ ഗംഗാദ്വാരം എന്ന് പറഞ്ഞതാണ് ഹരിദ്വാർ എന്ന് പറഞ്ഞത്. ഹരിദ്വാരം സമീപത്തിൽ ആനന്ദമെന്ന് പേരായ ഒരു സ്ഥലമുണ്ട്, തടമുണ്ട്. അവിടെ നാനാമുനി ജനങ്ങൾ വന്നു സേവിക്കും. ആരേനെ? സാക്ഷാത് ശ്രീഹരിയനെ. വേദന്മാർ, സിദ്ധന്മാർ എന്നിവരും അവിടെ സേവിപ്പാൻ വരും. വേദന്മാരല്ല, ദേവന്മാർ കേട്ടോ. ദേവന്മാരും സിദ്ധന്മാരും എന്നിവരും അവിടെ സേവിപ്പാൻ വരും. അനേക വൃക്ഷലതാദികൾ വ്യാപിച്ചിരിക്കുന്ന മൃദുലവും പുതിയതുമായ മണൽത്തിട്ട അവിടെ കാണപ്പെടും. താൻ അവിടെ ചെന്നാൽ മതി, നാരദരോട് പറയാം, ഈ സ്ഥലത്ത് പോയിക്കോളൂ, അവിടെയാണ് സപ്താഹം നടത്താൻ പറ്റിയ സ്ഥലം. അതിമനോഹരവും ജനബാധയില്ലാത്തതുമായ സ്ഥലമാണത്. സ്വർണ്ണത്താമരപ്പൂക്കൾ വികസിച്ച് നിൽക്കുന്നതിനാലുള്ള ശോഭ എത്രയും കൗതുകമായിരിക്കും, കണ്ണിന് ഇമ്പമുള്ളതായിത്തീരും. ആ സ്ഥലത്തിൻ്റെ സമീപത്തിൽ വസിക്കുന്ന യാതൊരു ജീവികളുടെയും മനസ്സിൽ വൈരം ഉണ്ടായിരിക്കയില്ല. നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല. അവിടെ വന്യമൃഗങ്ങളുണ്ടാവും, പക്ഷെ ആ വന്യമൃഗങ്ങളൊക്കെ ചേതസി മൈത്രി ഉള്ളവരാണ്, എല്ലാവരോടും മിത്രഭാവത്തിലുള്ളവരാണ്. അത്രത്തോളം മാഹാത്മ്യമുള്ള ആ സ്ഥലത്ത് ജ്ഞാനയറ്റം നടത്തുക. അവിടെ അതിന് പ്രയത്നവും ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ രസാവഹവും അപൂർവവുമായ കഥാപ്രസംഗം അവിടെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം എന്താ? ദേവന്മാരും സിദ്ധന്മാരും വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ മലിനീകൃതമാവാനൊന്നുമില്ല, മാലിന്യം ഉണ്ടാവില്ല. വരുന്നവരും നിഷ്കാമഭക്തന്മാരാണ് അവരൊക്കെ. അത് കഴിഞ്ഞ് 8ഉം 9ഉം ശ്ലോകം ഒപ്പം പോകണം അർത്ഥം പറയാൻ. എന്താ 8ാമത്തെ ശ്ലോകം? പുരസ്തം നിർബലം ചൈവ ജരാജീർണകളേവരം തദ്വയം ച പുരസ്കൃത്യ ഭക്തിസ്തത്രാഗമിഷ്യതി. പുരസ്തം നിർബലം ചൈവ ജരാജീർണകളേവരം തദ്വയം ച പുരസ്കൃത്യ ഭക്തിസ്തത്രാഗമിഷ്യതി. യത്ര ഭാഗവതീ വാർത്ത തത്ര ഭക്ത്യാദികം വ്രജേത് കഥാശബ്ദം സമാകർണ്യ തന്ത്രികം തരുണായതേ. യത്ര ഭാഗവതീ വാർത്ത തത്ര ഭക്ത്യാദികം വ്രജേത് കഥാശബ്ദം സമാകർണ്യ തന്ത്രികം തരുണായതേ. എന്താ അതിനർത്ഥം? ജരയാൽ ജീർണിച്ച ശരീരങ്ങളോടുകൂടെ സഞ്ചരിപ്പാൻ ശക്തിയില്ലാതെ മുൻഭാഗത്ത് തളർന്നു കിടക്കുന്ന ജ്ഞാനവൈരാഗ്യന്മാരാകുന്ന 2 പുത്രന്മാരോട് ചേർന്ന് ഭക്തി അവിടെ വന്നു ചേരും, ആഗമിക്കും. ഇതാരാ പറഞ്ഞു കൊടുക്കണത്? സനകാദികൾ നാരദരോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഭാഗവത കഥാപ്രസംഗം ഏത് ദിക്കിൽ നടക്കുന്നുവോ ആ ദിക്കിൽ ഭക്തിജ്ഞാനവൈരാഗ്യങ്ങളെന്ന 3 പേർ വരാതിരിക്കില്ല. ഭക്തിയും ജ്ഞാനവൈരാഗ്യമുള്ള അതീവ ശ്രദ്ധാലുക്കൾ സപ്താഹ യജ്ഞവേദിയിൽ എത്താതെ കണ്ടിരിക്കില്ല. അപ്പോൾ ആചാര്യം ഇതൊരു കുഗ്രാമാണ്, ഇവിടെ
വിവരമുള്ളവരാരും ഇല്ല, ഉണ്ടാവില്ല. നിങ്ങൾ വലിയ രീതിയിൽ വേദാന്തമൊന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ പറഞ്ഞ വ്യക്തി ഭാഗവതം കൈകാര്യം ചെയ്യാൻ അർഹനല്ല എന്ന് വേണം പറയാൻ. കാരണം ഒരു സ്ഥലത്തെ ആൾക്കാരെയും ചെറുതായി കാണരുത്. എന്താ കാരണം? ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ എന്നേക്കാൾ വിവരമുള്ളവരുണ്ട്. പക്ഷെ അവർ ആചാര്യന്മാരായിട്ടുണ്ടാവില്ല. വേണ്ട. പിന്നെ നമുക്ക് നാലുപാടുമുള്ള വൃക്ഷങ്ങൾ, പൂച്ചെടികൾ, അവരൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. അവരെ ബഹുമാനിക്കണ്ടേ? പ്രായം ചെന്ന ആല്, പ്രായം ചെന്ന മാവ്, പ്രായം ചെന്ന പ്ലാവ്. ആർഭാടമുണ്ടോ ഇല്ലയോ, ഒരു ദേവപ്രതിഷ്ഠ അടുത്തുണ്ടെങ്കിൽ അതിനൊരു ശ്രേയസ് വേറെയാണ്. അപ്പോൾ ആചാര്യൻ ഈശ്വരനെയും കൂട്ടാക്കണില്ല എന്നാണ്. ഒരു ക്ഷേത്രം ഉള്ള സ്ഥലത്ത് വന്ന് സപ്താഹം നടത്തുമ്പോൾ ആചാര്യൻ പൗരാണികരെ പറഞ്ഞ് ഉപദേശിക്കേണ്ടത്, ഈ സ്ഥലത്തും മൺമറഞ്ഞു പോയവരും പോവാനുള്ളവരുമായിട്ടുള്ള ഒരുപാട് മഹത് വ്യക്തികളുണ്ട്. അവരെ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ വേറൊരു കാരണം കൊണ്ട് സഭയിലെത്തിയിട്ടുണ്ടാവില്ല. വേണ്ട. അതുകൊണ്ട് ദേവനെ കുറ്റം പറയാൻ പാടുമോ? അതാത് നാട്ടിലൊരു ദേവനില്ലേ, ദേവതയില്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ആ ഭക്തിജ്ഞാനവൈരാഗ്യങ്ങളെന്ന 3 പേർ വരാതിരിക്കയില്ല. ശ്രീരാമചരിതോച്ചാരേ വായുസൂനോ സമാഗമ മഹാഭാരത സംസ്രാവേ ഹി അശ്വത്ഥാമാഗമസ്തഥ വിരാമോ നിർഗമോ വിക്ത കിം വദന്തി ഇതി നിശ്ചയം. രാമായണത്തിലൊരു കാര്യം, രാമായണ ചരിതമുച്ചരിക്കുന്ന ദിക്കിൽ വായുപുത്രനായ ഹനുമാനും മഹാഭാരത ശ്രാവണാവസാനത്തിൽ അശ്വത്ഥാമാവും സമാഗമിക്കും. ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണത്. കഥാവസാനത്തിൽ അവർ രണ്ടുപേരും ആ സ്ഥലം വിട്ടുപോവുകയും ചെയ്യും എന്ന സംഗതി സുപ്രസിദ്ധമായിരിക്കുന്നത് പോലെ, പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഭാഗവത കഥാശബ്ദം കേട്ട മാത്രയിൽ ഭക്ത്യാദി 3 പേരും അവിടെ വരുമെന്ന് മാത്രമല്ല, യൗവനയുക്തരായി ഭവിക്കുകയും ചെയ്യുമെന്നുള്ളത് സുപ്രസിദ്ധമാകുന്നു. ഇതങ്ങനെ തന്നെ പഠിക്കണം. ഭാഗവതം എവിടെ നടക്കണം? ആര് പറഞ്ഞാലും ശരി, ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന 3 സെൻസിബിൾ ഓർഗാൻസ് ഉള്ള ആൾക്കാർ അവിടെ ഉണ്ട്, സൂക്ഷ്മാവസ്ഥയിലും സ്ഥൂലാവസ്ഥയിലും. അപ്പോൾ അടുത്ത ശ്ലോകം, സൂത ഉവാച, 10ാമത്തെ ശ്ലോകം. ഏവം ഉക്ത തന്നെയാണ്, ഏവം ഉക്ത എന്നല്ല. ഏവമുക്ത കുമാരാസ്തേ നാരദേന സമം തഥാ ഗംഗാതടം സമാജഗ്മോ കഥാപാനായ സത്വരാം. എന്താ പറഞ്ഞത്? ഏവം ഉക്ത്വാ കുമാരാസ്തേ നാരദേന സമം യതദാ ഗംഗാതടം സമാജഗ്മോ കഥാപാനായ സത്വരാം. എന്താ അതിനർത്ഥം? സുതം പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞ ശേഷം സനകാദി മുനിമാർ നാരദരോടുകൂടെ ബദരിയാശ്രമത്തിൽ നിന്ന് ഹരിദ്വാരത്തിലേക്ക് അവിടെ സമാഗമിക്കുന്ന ജനങ്ങളോട് ചേർന്ന് ഭാഗവത കഥാരസത്തെ ആസ്വദിക്കണമെന്നുള്ള ശ്രദ്ധയോടുകൂടെ അതിവേഗം ചെന്നു ചേർന്നു. അപ്പോൾ സപ്താഹയജ്ഞവേദിയിലേക്ക് നമ്മൾ എത്താൻ തിടുക്കം കാണിക്കണം, ഒരു ത്വരിത ഉണ്ടാവണം. അതിവേഗം വന്ന് ചേർന്നു എന്നാ, അതാണ്. സ്ലോ ആവാൻ പാടില്ല. കാരണം എന്താ? ഭാഗവത യജ്ഞവേദിയിൽ മുടങ്ങുന്ന ഓരോ ശ്ലോകത്തിൻ്റെ ഉച്ചാരണം അവരവരുടെ കർണപടത്തു കൂടി അവരവരുടെ ഹൃദയ പത്മത്തിലേക്ക് എത്തണം. അപ്പോൾ അതിലെ തത്വങ്ങൾ മനസ്സിലാക്കണം, കഥകൾ മനസ്സിലാക്കണം.
അപ്പോൾ 10ാമത്തെ ശ്ലോകം അത്രയേ ഉള്ളൂ. 11ാമത്തെ ശ്ലോകം പറഞ്ഞു, യഥാ യാഥാസ്ഥടം തേതു തഥാ കോലാഹലോ അപ്യഭൂത് ദുർലോകേ ദേവലോകേ ച ബ്രഹ്മലോകേ തഥൈവ ച. യാഥാസ്ഥടം തേതു തഥാ കോലാഹലോ അപ്യഭൂത് ദുർലഭോ ദേവലോകേ ച ബ്രഹ്മലോകേ തഥൈവ ച. ബ്രഹ്മലോകാണെങ്കിലും ദേവലോകാണെങ്കിലും എന്താ പറഞ്ഞത്? അതുപോലെ തന്നെ, ഏതുപോലെ? മുന്നേ പറഞ്ഞ മാതിരി ഭാഗ്യം ചെയ്തവർക്കേ കിട്ടുള്ളൂ. അവർ ഗംഗാതടത്തെ എപ്പോൾ പ്രാപിച്ചുവോ അപ്പോൾ ഭൂവർലോകത്തിലും ദേവലോകത്തിലും സത്യലോകത്തിലും സന്തോഷസൂചകമായ കലകല ശബ്ദമുണ്ടായി. കലകല ശബ്ദമുണ്ടായി. എന്താ കാരണം? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വരുന്ന സ്ഥലം പരിപാവനമുള്ളതാണ്. അപ്പോൾ 12ാമത്തെ ശ്ലോകം, ശ്രീ ഭാഗവത പീയൂഷപാനായ രസലംബടാഹ. ശ്രീമദ് ഭാഗവത പീയൂഷ പാനായ രസലംബടാഹ ധാവന്തോ അപ്യായനു സർവേ പ്രഥമം യേ വൈഷ്ണവാം. ശ്രീഭാഗവത പീയൂഷപാനായ രസലംബടാ ധാവന്തേ അപ്യായയോ സർവേ പ്രഥമം യേ ച വൈഷ്ണവം. വളരെ കാര്യമായിട്ട് പറയണു. രസാസ്വാദത്തിൽ അവർ അതിൽ പരമന്മാരായ വൈഷ്ണവന്മാർ ശ്രീ ഭാഗവതമാകുന്ന അമൃതത്തെ ആസ്വദിപ്പാൻ കൊണ്ട് ത്വരതയോടുകൂടി ആദ്യം വന്നു ചേർന്നു. ത്വരത, ഒരു ഉഷാറ്, ഉന്മേഷത്തോടു കൂടിയിട്ടെന്ന് പറയണം. എന്നിട്ടോ 13ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ഭൃഗുർ വസിഷ്ഠശ്ച ചവ്യനശ്ച ഗൗതമോ ദേവരാതു രാമസ്തദാഘാതിസുതശ്ച ശാകലോ മുകുണ്ടപുത്ര അത്രി ജപിപ്പലാദ. അത്രിയും അജനും പിപ്പലാദനും, 3 ആൾക്കാർ. അല്ല, മൃഗണ്ടുപുത്രനായിരിക്കുന്ന അത്രി, അജൻ, പിപ്പലാദൻ, ഇങ്ങനെ അവരൊക്കെ വന്നു ചേർന്നുണ്ട്. ഭൃഗുർ വസിഷ്ഠശ്ചവ്യനശ്ച ഗൗതമോന്ന, അവരൊക്കെ ഒപ്പാണ് വരുന്നത്. മേധാതിഥിർ ദേവരാതു രാമസ്തദാ ഘാതിസുതശ്ച ശാകലോ മൃഗണ്ടുപുത്രാദി ജപി പിപ്പലാദ. ഒരു ശ്ലോകം കൂടി വരുന്നതല്ലേ, 14ാമത്തെ ശ്ലോകം. യോഗേശ്വരോ വ്യാസപരാശരോ ഛായാശുഗോ ജാജലിജന്നുമുഖ്യാം സർവേപ്യമീ മുൻഗണന സഹപുത്രിശിഷ്യ സ്വസ്ത്രീഭിരായുരരുതി പ്രണയേന യുക്താം. എല്ലാറ്റിനും എന്ത് വേണം? ഒരു യുക്തി വേണം. ആ യുക്തി ഇല്ലാതെ കണ്ട് ഒരു കാര്യം നടക്കില്ല. അപ്പോൾ യോഗേശ്വരോ വ്യാസപരാശരോ ഛായാശുഗോ ജാജലിജന്നുമുഖ്യാഃ സർവേപ്യാമീ മുനിഗണ സഹപുത്രശിഷ്യ സ്വസ്ത്രീഭിരായുരതി പ്രണയേന യുക്ത. അവിടെ വന്നു ചേർന്ന മുനിമാരെ പറയുന്നു. ഭൃഗു, വസിഷ്ഠൻ, ചവ്യനൻ, ഗൗതമൻ, മേധാതിഥി, ദേവലൻ, ദേവരാജൻ, യാജ്ഞവൽക്കൻ എന്നർത്ഥം. പരശുരാമൻ, വിശ്വാമിത്രൻ, ശാകലൻ, മാർക്കാണ്ഡേയൻ, ദത്താത്രേയൻ, പിപ്പലാദ ഗോത്രജാതന്മാർ, യോഗേശ്വരൻ എന്ന സുപ്രസിദ്ധനായ വാമദേവൻ, വ്യാസര്, പരാശര്, ഛായാസ്വരൂപനായ ശ്രീശുകൻ. ഛായാസ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ?
ശരിക്കും ഈ ശുഖബ്രഹ്മേശ്വരം തലയുടെ രൂപം എന്താ? തത്തയാണ്. അത് സത്യത്തിൽ ആരായിരുന്നു? ഒരു ദേവലോക വനിത വേഷം മാറി വന്നതാ. അതൊരു തത്തയുടെ രൂപത്തിലായപ്പോൾ വ്യാസമഹർഷി എന്തു ചെയ്യായിരുന്നു? തപസ് ഹോമകുണ്ടത്തിൽ തീയൊക്കെ ഇട്ടിട്ട് ഹവനത്തിന് പുറപ്പെടുന്ന സമയത്ത് ഇത് കാണുന്നത്. അപ്പോൾ ഘൃതാജി എന്നുള്ള ദേവസ്ത്രീയാണ് വേഷം മാറിയിട്ട് ആരായിട്ട് വന്നത്? തത്തയുടെ രൂപത്തിൽ തത്തയായിട്ട് വന്നത്. ആ തത്തയുടെ മുഖം കണ്ടിട്ട് ഒരു സ്ത്രീയാണ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന് ഇന്ദ്രിയം സ്ഖലിച്ചു എന്നാണ്. ആ ഇന്ദ്രിയം ഹോമകുണ്ടത്തിലാണ് വീണത്. അത് 16 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് വന്നത്. അപ്പോൾ മലമൂത്രം വിസർജനമൊന്നും എടുത്ത് നേരാക്കിയിട്ട് ആർക്കും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കാരണം അവിടെ വ്യാസരുടെ ഭാര്യയെ പറ്റി പറഞ്ഞിട്ടില്ല. കാരണം ഇത് ഇങ്ങനെ ഉണ്ടായതാ. അതുകൊണ്ടാണ് യോഗേശ്വരോ വ്യാസപരാശരോ ചാചായാശുഗോ ജാജലി ജന്മുഖ്യ സർവേപ്യമീ മുനിഗണ സഹപുത്ര ശിഷ്യ സ്വസ്ത്രീഭിരായ യുരതി പ്രണയേന യുക്താം. അവിടെ വന്നു ചേർന്ന മുനിമാരെ പറ്റി പറയണു. ഭൃഗുമഹർഷി, വസിഷ്ഠൻ, ചവ്യനൻ, ഗൗതമൻ, മേധാതിഥി, ദേവലൻ, ദേവരാജൻ. ആ ദേവരാജൻ എന്ന് പറഞ്ഞാൽ യാജ്ഞവൽക്യൻ തന്നെ പറയണം. പരശുരാമൻ, വിശ്വാമിത്രൻ, ശാകലൻ, മാർക്കാണ്ഡയൻ, ദത്താത്രേയൻ, പിപ്പലാദ ഗോത്രജന്മാർ, യോഗേശ്വരൻ എന്ന് സുപ്രസിദ്ധനായ വാമദേവൻ, വ്യാസൻ, പരാശരൻ, ഛായാസ്വരൂപനായ ശ്രീശുകൻ, ജാജലി, ജന്നു, ഈ മുനിമാരെല്ലാവരും അവരുടെ പുത്രന്മാർ, ശിഷ്യന്മാർ, ഭാര്യമാർ ഇവരോടുകൂടെ ഏറ്റവും പ്രേമയുക്തന്മാരായിട്ട് അവിടെ ആഗമിച്ചു. എവിടെ? ആനന്ദം എന്ന് പേരുള്ള മണംതിട്ടിൽ പുത്രശിഷ്യ ഭാര്യമാരോടുകൂടെ വന്നത് അവർക്കും സത്സമ്പ്രായ മാർഗത്തെ ഉപദേശിപ്പാനും പ്രത്യക്ഷമായി കാട്ടിക്കൊടുത്ത് പഠിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ധരിക്കണം എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. അതിൻ്റെ ഭാഗം ഒരു അരമണിക്കൂർ എപ്പിസോഡ് കൂട്ടിയിട്ട് 16-ാം തീയതി കാലത്ത് നിങ്ങൾക്ക് കിട്ടത്തക്ക വിധത്തിൽ പ്ലാൻ ചെയ്യാം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.